ഉള്ളിൽ ഫോട്ടോ എടുക്കണ്ട, എന്താ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് ഇല്ലേ? അങ്ങനെ നമ്മൾ ബ്രഹ്മപുത്ര ആണ് നമ്മുടെ സ്റ്റേ. ആ ബിൽഡിങ്ങിൻ്റെ നെയിമാണ് ബ്രഹ്മപുത്ര. സാർ ബ്രഹ്മപുത്ര പണിയാச்சு சார், டேக் எல்லாம் போட்டிருக்கு, எல்லா ப்ரொசീജിയർ കംപ്ലീറ്റ് ആയിருக்கு. ഇങ്ങനെ സ്ഥലമാണ് കണ്ടാ, ഇവിടെ ഒരു ബ്രിഡ്ജ്, സ്റ്റീൽ ബ്രിഡ്ജാണ് ഇത്. അടിയിലേക്കൂടെ ഒരു അതെല്ലാം ഓരോ ഭാഗങ്ങളാണ്. നമ്മൾ കുറച്ച് നേരത്തെ വന്നുണ്ടെങ്കിൽ ഇപ്പോൾ 6:23 ആയി ടൈം. നമുക്ക് 7 o'clock ലേസർ ഷോ നമ്മൾ ചോദിച്ചുണ്ടാവുന്ന പറഞ്ഞ ഡെയിലി ഇതൊക്കെ ഉണ്ടാവും, സദ്ഗുരുവിന്റെ സ്പീച്ച് പോലെയൊക്കെ. അതെല്ലാം അന്നേരം സ്റ്റാർട്ടിങ്ങിൽ നമ്മളവിടെ ഉണ്ടാവണം ശരിക്കും. ഇതൊരു വണ്ടി പോകേണ്ട സ്ഥലം. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് നടക്കലാണോ ഇനി? അല്ല, വണ്ടി പോകുന്നുണ്ടല്ലോ കയറിയത്. ഇത് നടപ്പാതയിലെ കൂടെ ഓടിച്ചോണ്ട് പോകുന്നു ഇത്രയും നേരം. നടപ്പാതയിലെ കൂടെ അല്ലേ വണ്ടി ഓടിച്ചു പോയി ഒരു രേഖ. അങ്ങനെ നമ്മള് ആദിയോഗിന്റെ അടുത്ത് എത്തി. ഇത് ശംഭോ ശംഭോ நீங்க நேரா இப்ப போங்க. ஓகே. போயிட்டு வண்டி ஓரமா எங்க ஆளு இருப்பாங்க, ஓரமா பார்க்கிங் பண்ணிட்டு ஓகே இந்த இத காட்டுங்க. ஓகே. காட்டியாச்சுன்னா அவங்க பேமெண்ட் பண்ணிட்டு இந்த ரூம் கீயும் டேக்ஸ் போடுவாங்க. ஓகே. டேக்ஸ் போட்டுட்டு நீங்க அப்படியே ரிட்டர்ன் வாங்க. ஓகே. ரிட்டர்ன் வந்துட்டு பாம்பு சிலை அடியா, பாம்பு சிலை இப்போ லெஃப்ட் கட் பண்ணுங்க. லெஃப்ட் கட் பண்ணிட்டு அவங்க செக்யூரிட்டி அங்கே போயிட்டு தான் இப்போ இங்கே வந்தேன். அக்கா அம்மா புரிஞ்சு இப்போ டேக் வாங்கிட்டு ஓகே. அப்புறம் தான் அங்கே பெருமபுத்திர காட்டேஜ் எவ்வளோன்னு கேட்டாச்சுன்னா அவன் கைட் பண்ணும். போயிட்டு பார்க்கிங் நிப்பாட்டி நீங்க ரூம் போய்க்கலாம். ஓகே. அப்போ வண்டி எங்கே வைக்கணும்? അവിടെ அங்கே தான் இருக்கும். அப்படியே பேக் சைடு பார்க்கிங் உண்டு. நியர் பை. ஓகே. தேங்க் யூ so much. தம்பி அங்க போய் போட்டோ எடுக்க வேண்டாம், இறங்க எடுத்துக்க, உள்ள வச்சு எடுத்துக்க. ஓகே ஓகே. ഉള്ളിൽ ഫോട്ടോ എടുക്കണ്ട, എന്താ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് ഇല്ല ഇവന് പറയാൻ പറ്റൂലേ. പക്ഷെ ഞെട്ടി ഒന്നും നടക്കൂല ഉള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി. ഇതാണ് ധ്യാനം അല്ല. ഓക്കെ, ബ്രഹ്മപുത്ര എവിടെയാ നോക്കാല, നമുക്ക് ഇതിന്റെ ഉള്ളിൽ കണ്ടോ? അതെ, തിരിച്ചു പോകണം. കീ മേടിച്ചിട്ട് കയ്യിൽ ടാഗും. എല്ലാവരുടെ കയ്യിലും കിട്ടുമോ എന്തോ ടാഗ്. ബ്രഹ്മപുത്ര എവിടെയാണെന്നോ ഇതിന്റെ ഉള്ളിൽ നോക്കിക്കേ. നമ്മളിവിടെ തന്നെയല്ലേ നീരെ പണ്ട് പാർക്ക് ചെയ്തേ. ഇത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ ഇവിടെ എവിടെയോ അഡ്മിനാണിത്. അഡ്മിനിൽ പോയിട്ട് നമ്മള് അഡ്മിനിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് അവരൊരു ടാഗ് ഇടും. ആ ടാഗ് ഇട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ പെട്ട്. അത് പിന്നെ മനസ്സിലായത്. പിന്നെ അവർ പറയുന്നത് പോലെ നമുക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യാൻ പറ്റൂ. നമ്മളെ വണ്ടിയും മൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാ ഇൻസ്ട്രക്ഷനിൽ അവരെ വണ്ടിയിലേ പോകാൻ പറ്റൂ. അതൊരു കഥയാണ് വരുന്ന അപ്കമിങ് ഇതിൽ മനസ്സിലാവും നിങ്ങൾക്ക്. അങ്ങനെ നമ്മൾ ബ്രഹ്മപുത്ര ആണ് നമ്മുടെ സ്റ്റേ. ആ ബിൽഡിങ്ങിൻ്റെ നെയിമാണ് ബ്രഹ്മപുത്ര. ഇവർ ഓരോ നദീൻ്റെ പേരാണ് കൊടുത്ത് എന്നാ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ബ്രഹ്മപുത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൊസീജിയർ സംഭവം കേട്ടോ. അവിടെ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ലായിരുന്നു. നമ്മളവിടെ വണ്ടി വെച്ചിട്ട് പോയിട്ട്. അപ്പോൾ ഇവർ പിന്നെ നമ്മളെ ആധാർ കാർഡ് നോക്കി എല്ലാം ഇതായിട്ട് നമ്മൾക്ക് അവിടെ പൈസയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 3 ആൾക്ക് ഒരു ദിവസത്തേക്ക് 1400. കിച്ചുവിന് എടുത്തിട്ടില്ല, എനിക്കും മീരക്കും ദേവുനും 1400 കൊടുത്ത് വൺ ഡേ സ്റ്റേ. നാളെ വൈകുന്നേരം 4 മണിക്ക് ചെക്കൗട്ട്. ഇന്ന് 6 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ പിന്നെ ഫുഡ് അടക്കം ഇൻക്ലൂഡാണ് അതിൽ. അപ്പോൾ അവർ ടൈമിങ്ങും എല്ലാം പറഞ്ഞു തരും അവിടെ നിന്ന്. എന്നിട്ട് ഇത് ടാഗ് അടക്കം നമ്മൾ അടച്ചു വിട്ടിട്ടുണ്ട് കയ്യിൽ. അതാ ദൈവൻ്റെ ഒക്കെ ടാഗ് എല്ലാവർക്കും 3 ആൾ 3 ട്രിപ്പിൾ റൂം എന്ന് പറഞ്ഞാൽ അതാണ് അവർ എടുക്കുന്നത്. ഡബിൾ റൂം അല്ല, ട്രിപ്പിൾ റൂം മീൻസ് 3 ആൾക്കില്ലേ സ്റ്റേ. അങ്ങനത്തെ റൂമാണ് അവർ അലോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 1400 വന്നത്. അതുകൊണ്ട് 3 ആൾക്ക് ആധാർ കാർഡ് നോക്കി അതിൽ QR കോഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് അടിക്കുന്ന വരെ ആ പ്രൊസീജിയർ കറക്റ്റ് ഫോളോ ആയിട്ട് എക്സിറ്റ് അടിക്കാൻ പറ്റുള്ളൂ. അതാണ്. കാറിന് അടക്കം സ്റ്റിക്കർ തന്നിട്ടുണ്ട് അവർ. നമ്മൾ കാറിന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ QR കോഡും നമ്മൾ ഇതുമാണ് ഇതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം വരുന്നത് അതുവഴിയാണ്. നമ്മൾ ഇത് ചെയ്യുക. ഫുഡ് കഴിക്കാനും എല്ലാം ഈ ടാഗ് ഉണ്ടെങ്കിലേ കഴിക്കാൻ പറ്റൂ. ഈ ടാഗ് നഷ്ടപ്പെട്ടാൽ നമുക്ക് പല സംഗതികളും പ്രോബ്ലം ആവും ഉള്ളിൽ. പിന്നെ എഗെയിൻ നമ്മൾ അതിന് അപ്ലൈ ചെയ്യേണ്ടി വരും.
അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് വണ്ടിയിലൊക്കെ പോവാം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക്. അതൊക്കെ ഈ ടാഗില്ലവർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ബ്രഹ്മപുത്ര നോക്കട്ടെ, ഇങ്ങോട്ടാണെന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, മുന്നിൽ കുറ്റിയൊന്നും ഇല്ലല്ലോ. വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആ സെക്യൂരിറ്റി നമ്മളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കാം എന്തിനാണ് സെക്യൂരിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതെന്ന്. പിന്നെ സാറേ ബ്രഹ്മപുത്ര பண்ணியாச்சு சார். டேக் எல்லாம் போட்டிருக்கு, எல்லா ப்ரொசீஜர் கம்ப்ளீட் ஆயிருக்கு. 9916 1675 ஸ்ட்ரைட்டா சார்? இந்த பிரிட்ஜ் இருக்குல்ல, இந்த பிரிட்ஜில் ஏறி இறங்குங்க, லெஃப்ட் நேரா போங்க, ஒரு பில்டிங் வரும், மறுபடியும் ரைட் எடுங்க, அடுத்த பில்டிங். ஓகே ஓகே ஸ்டார்ட். கிராஸ் பண்ணி லெஃப்ட் நேரா போகணும். മറുപടിയും റൈറ്റ് എടുங்க, ഓക്കെ. അപ്പോൾ ബ്രിഡ്ജ് കയറി ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ചെറിയൊരു ബ്രിഡ്ജ്. ഈ സ്ഥലത്തിന് ഒരു ഐഡിയ ഇല്ല, വലിയ ഏക്കർ കണക്കിന് സ്ഥലമാണ്. കണ്ടാ, ഇവിടെ ഒരു ബ്രിഡ്ജ്, സ്റ്റീല് ബ്രിഡ്ജാണിത്. അടിയിലേക്കൂടെ ഒരു വെള്ളം പോകുന്നുണ്ട്. ഓക്കേ, അതതിൻ്റെ മുകളിലെ ഗ്രില്ലിന്റെ സർഫേസാ. അതെല്ലാം ഓരോ ഭാഗങ്ങളാണ്. എന്താണെന്ന് ഇപ്പൊ നമുക്ക് പിന്നെ അറിയാം. നമ്മള് കറക്റ്റ് ഒരു വണ്ടി പോകേണ്ട റോഡൊന്നും ഇല്ല, ഇത് നടക്കേണ്ട വഴിയാണിത്. ഇതൊരു വലിയ സ്റ്റേഡിയം പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് സ്ട്രേറ്റ് പോയി ഫസ്റ്റ് ഒരു സെക്യൂരിറ്റി ഉണ്ടാവും, അവിടെ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് ചോദിക്കാം. എന്നാലും നോക്കാം, നമ്മൾ കുറച്ച് നേരത്തെ വന്നുണ്ടാക്കി. ഇപ്പോൾ 6:23 ആയി ടൈം. നമുക്ക് 7 o'clock ലേസർ ഷോ നമ്മൾ ചോദിച്ചു ഉണ്ടാവുന്ന പറഞ്ഞ ഡെയിലി. 7:20 സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ആ പൂജ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നെ ഇതൊക്കെ ഉണ്ടാവും, സദ്ഗുരുവിൻ്റെ സ്പീച്ച് പോലെയൊക്കെ. അതെല്ലാം അന്നേരം സ്റ്റാർട്ടിങ്ങിൽ നമ്മളവിടെ ഉണ്ടാവണം ശരിക്കും. അപ്പോൾ 6:20 നമുക്കിപ്പോൾ 7 o'clock അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് റൂമിൽ പോയിട്ട് അവിടെ എത്തണം. ഇതൊരു വണ്ടി പോകേണ്ട സ്ഥലം. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് നടക്കലാണോ ഇനി? അല്ല, വണ്ടി പോകുന്നുണ്ടല്ലോ, അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് റോഡ്. നമ്മൾ മാറിപ്പോയി കയറിയത്. ഇത് നടപ്പാതയിലെ കൂടെ ഓടിച്ചുകൊണ്ട് പോകുന്നു ഇത്രയും നേരം. വെറുതെ അല്ല, അതാണ് റോഡ്. അയാൾ നേർന്നല്ലേ, അയാള് ബൈക്ക് ഓടിച്ചിട്ടല്ലേ പോണേ. ഇതാ ഇവിടെയാണ് റോഡ്. ഇത്രയും നേരം നമ്മൾ ഓടിച്ചത് മാറിപ്പോയതാ. നടപ്പാതയിലേക്കൂടെ അല്ലേ വണ്ടി ഓടിച്ചു പോയി ഒരു രക്ഷ. അപ്പൊ ഇത് പാർക്കിങ്. സെക്കൻഡ് ഇതാണ് മീര. ഫസ്റ്റ് ഇത് ഇതല്ലേ? എടാ ഇതല്ലേ ഫസ്റ്റ്. ഇപ്പം ഇതിന് മുന്നിലെ ബിൽഡിങ് കണ്ടില്ലല്ലോ നമ്മള്. അപ്പൊ സെക്കൻഡ് എന്ന് പറയുമ്പോ അതല്ലേ? കുറേ ദൂരം അങ്ങോട്ട് പോകണം. വണ്ടി അവിടം വരെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങോട്ട് പോകുന്നതിന് മുന്നിൽ ഒരു തിരുവനന്തപുരം ഇതിൽ വെളിച്ചത്തോടെ വരണം. ഇരുടായി പോയില്ലേ? അങ്ങനെ ഫൈനലി നമ്മൾ ബ്രഹ്മപുത്രയിലെത്തി. ബ്രഹ്മപുത്രയിലെ വിശേഷം പിന്നെ പറയാം. നമ്മൾ ലേസർ ഷോ മിസ്സാവും, അതുകൊണ്ട് നാളെ ഇവിടെ കാണാം. ഓക്കെ, ലേസർ ഷോന് വേണ്ടി ഓടുകയാണ് ഇപ്പം. അങ്ങനെ നമ്മൾ ആദിയോഗിൻ്റെ അടുത്ത് എത്തി. ഇത് നമ്മൾ ബാക്ക് ഭാഗത്തെയാണ് വന്നിരിക്കുന്നത്. ആദിയോഗിൻ്റെ ഫ്രണ്ട് അപ്പുറമാണ്. ഞാനും വിചാരിക്കുന്നത് എന്താ കാണാത്തത്. ഓക്കെ, നമ്മൾ താമസിച്ച് മീൻസ് റൂമിൽ നിന്ന് അവിടുന്ന് പിന്നെ ബസ്സുണ്ട്, ബസ് സർവീസ്, ഷട്ടിൽ സർവീസ്. ആ ബസ്സിന് കയറിയിട്ടാണ് നമ്മളിപ്പം ഇതിൻ്റെ അടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ വന്നപാട് ഇതായി. നമുക്ക് ടൈം അധികം ഇല്ലാത്തതുകൊണ്ട് ഒരു മരണപ്പാച്ചിലായിപ്പോയി. ഇതെങ്ങോട്ടാണ് നടക്കേണ്ടതെന്നും തിരിയുന്നില്ല. 4 ആളോട് 10 ആളോട് ചോദിച്ചു. ഇപ്പോൾ നോക്കുമ്പോൾ കണ്ട ബസ്സൊക്കെ വരുന്ന അതിൻ്റെ അടുത്തേക്ക്. ഇതെല്ലാം ഏത് റൂട്ടിൽ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. അവസാനം നമ്മൾ ആ ടൈം മിസ്സാവുന്നില്ലെങ്കിൽ ഓടിയിട്ടാണ് വരുന്നത്. അങ്ങനെ ഫൈനലി വി റീച്ച്ഡ്. മഴ പെയ്തുകൊണ്ടാണെങ്കിൽ എല്ലായിടത്തും ചളിക്കുളെല്ലാം ഉണ്ട്. ഇത് ബാക്ക് സൈഡാണ്. ഇത് രാത്രിയാണ്. ഇത് രാവിലെ ഒന്നും കൂടി കാണിക്കാം. രാത്രി ഇത് കണ്ട, ഇവിടുന്ന് ബുള്ളക്കാട്ട് സർവീസ് ഉണ്ട്. നമ്മൾ കാളവണ്ടിയിൽ കയറിക്കൊള്ളുക, എന്നിട്ട് അവിടെ ബസ് പോകുന്നിടത്ത് വരെ ഡ്രോപ്പ് ചെയ്യും. ഇത് ആൾക്കാർക്ക് ഇതിൽ അപ്പുറം ഇരിക്കാം. നാളെ രാവിലെ ആവട്ടെ, നമ്മൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം.
ഇതായിപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം ഓടി വന്നത്. ഈ ലേസർ ഷോന് മുന്നിലേ ഈ കീർത്തനം അടിപൊളി രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ കുറേ നേരം ആ ആദിയോഗീനെ നോക്കിയിട്ട് നമ്മളിതിങ്ങനെ കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊരു മൊത്തം ഒരു റിഫ്രഷ്മെൻ്റ് ആണ്, ഒരു യശശ്ചാരുചിത്രം ധനം മേരുതുല്യം പുരോരംഗ്രിപദ്മേ മനശ്ചേനലഗ്നം തഥാ കിം തഥാ കിം തഥാ കിം തഥാ കിം പരത്രം ധനം പുത്രപൗത്രാദി സർവം ഗൃഹം ബാധവാ സർവമേതദ്ധി ജാതം പുരോരംഗ്രിപദ്മേ മനശ്ചേനലഗ്നം തഥാ കിം തഥാ കിം തഥാ കിം തഥാ കിം ഷഡംഗാൻ തഥാ കിം തഥാ കിം തഥാ കിം തഥാ കിം പുരോരംഗ്രിപദ്മേ മനശ്ചേനലഗ്നം തഥാ കിം തഥാ കിം തഥാ കിം തഥാ കിം പുരോരംഗ്രിപദ്മേ മനശ്ചേനലഗ്നം തഥാ കിം തഥാ കിം തഥാ കിം തഥാ കിം നമഃ शिवं शान्तं जगन्नाथं लोकानुग्रहकारकं शिवमेकपदं नित्यं शिकाराय नमो नमः ईश्वराय भूतभूतभूतेश्वराय कालकालकालेश्वराय शिव शिव सर्वेश्वराय शम्भो शम्भो महादेवाय योग योग योगेश्वर അങ്ങനെ എല്ലാവരും ആദിയോഗീൻ്റെ ലേസർ ഷോന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം തുടങ്ങും ഇത് കഴിഞ്ഞ പാടന്നെ. അപ്പം ആരും മിസ് ചെയ്യരുത്. അടുത്ത എപ്പിസോഡും ഇന്ന് തന്നെ റിലീസാവുന്നതായിരിക്കും. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഇന്ന് തന്നെ റിലീസ് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് മിസ് ചെയ്യാതെ കാണാം. നല്ലൊരു അനുഭവമായിരിക്കും അത്.